فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. പിന്നെ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? നോമ്പിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ ഒരു മജ്ലിസിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ല. ചില സൂചനകൾ നൽകി പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം ഒരുക്കി വെക്കുകയും അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ സ്വഭാവം പറയുന്നിടത്ത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات. അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഗുണവിശേഷങ്ങൾ പറയുന്നിടത്ത് വസ്വാഇമീന വസ്വാഇമാത്ത്, അള്ളാഹുവിന് വേണ്ടി സൗമെടുക്കുന്ന പുരുഷന്മാരും സൗം നോമ്പെടുക്കുന്ന സ്ത്രീകളും അവരെ കുറിച്ചിട്ട് പറഞ്ഞു അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അവർക്ക് അള്ളാഹു പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്. നോമ്പിലൂടെ ഒരുപാട് പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വൻ പാപങ്ങളല്ല, ചെറുദോഷങ്ങൾ പലതും അള്ളാഹു നോമ്പിലൂടെ അവർക്ക് പുറത്തു കൊടുക്കും. എന്താ ഗഫറ എന്ന് പറഞ്ഞാൽ? ഗഫറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ തെറ്റ് അള്ളാഹു ചികഞ്ഞ് അന്വേഷിക്കാതെ മൂടിയിട്ടിട്ട് വെല്ലം പോകും പരലോകത്ത്. ദുനിയാവിലാണെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു തെറ്റ് ജനങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്താതെ അള്ളാഹു അത് മറച്ചു പിടിച്ചു കൊടുക്കും. പരലോകത്ത് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു അത് മുനാഖശ നടത്തി ചികയാതെ അത് വെല്ലങ്ങോട്ട് മറികടന്നു കൊടുക്കും. അങ്ങനെ അള്ളാഹു ദുനിയാവിൽ അത് മറച്ചു പിടിച്ചു, പരലോകത്ത് അള്ളാഹു അത് മൂടിവെച്ചു. എന്നിട്ട് അയാൾക്ക് അതിൽ നിന്ന് അതിന്റെ പേരിലുണ്ടാകുന്ന ശിക്ഷയിൽ നിന്ന് അയാൾ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. ഈ 3 കാര്യങ്ങൾക്കാണ് ഗുഫ്റാൻ എന്ന് പറയുന്നത്. മറ്റേ ഇതിൽ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന ഹദീസ് ഈ കാര്യത്തിനുള്ള ഏറ്റവും നല്ല തെളിവാണ്, ഏറ്റവും നല്ല വിവരണമാണ്. മഹ്ശർ, ജനങ്ങളെല്ലാവരും അന്ത്യനാളിൽ ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ ഹിസാബ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യുസാഹു ബിറജുലിൻ മിൻ ഉമ്മത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ പേരെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു പറയും. ഹിസാബിന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കും. അങ്ങനെ വിളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ എല്ലാം അയാളെ ബോധ്യപ്പെടുത്തും. അതെല്ലാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു സാക്ഷികളെ നിരത്തി ഏടുകൾ കൊടുത്ത് തെറ്റുകളെ അയാളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇതെല്ലാം നീ ചെയ്തതല്ലേ? അതെ, ഞാൻ ചെയ്തതാണ്. അളമക കതബതി, നിന്റെ തിന്മകളും നിന്റെ നന്മകളും രേഖപ്പെടുത്താൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള ആ എഴുത്തുകാരായ മലക്കുകൾ അന്യായം ചെയ്തുവോ നിന്നോട്? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം സത്യമാണ്. അയാളുടെ തെറ്റുകളെല്ലാം അയാളെ ബോധ്യപ്പെടുത്തി തീർത്തും ശരിയാണ്. എവിടെയും അയാൾക്കൊരു അനീതിയില്ല എന്ന കാര്യം ഉറപ്പാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കനഫിൽ അയാളെ നിർത്തിയിട്ട് അയാളോട് പറയുന്നു, എന്നാൽ ഇതെല്ലാം ദുനിയാവിൽ വെച്ച് ഞാൻ നിനക്ക് മറച്ചു പിടിച്ചു തന്നിട്ടില്ലേ? മറ്റ് പടപ്പുകൾ ആരും കാണാതെ, ഈ പറഞ്ഞ തെറ്റുകളൊന്നും ആരും കാണാതെ മറച്ചു പിടിച്ചു പോന്നതാണ്. വേണമെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹ്ക്കത് വെളിപ്പെടുത്താമായിരുന്നു. അതിന്റെ പേരിൽ പിന്നീട് അയാളുടെ കാര്യങ്ങളെല്ലാം മറ്റൊരു രൂപത്തിലേക്ക് പോകുന്ന വിധത്തിലാകാമായിരുന്നു. പക്ഷെ അവിടെ ഇത് മറച്ചു പിടിച്ചു തന്നു. അവിടെ ഞാനത് വെളിപ്പെടുത്തിയില്ല എന്നതുപോലെ ഫഖദ് ഗഫർതുഹാ ലക്കൽ യൗം, ഇന്നിതാ നിനക്ക് ഞാനത് പുറത്തു തരികയും ചെയ്തിരിക്കുന്നു. അത് അല്ലാഹു മുനാഖശ നടത്തുന്നില്ല. ഇനി അതെന്തിനു ചെയ്തു? അത് നീ ചെയ്തതല്ലേ, അത് എന്തിനു ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അയാൾക്കൊന്നുമില്ല. അതിന് പകരം അല്ലാഹു അത് വെല്ലെ അങ്ങോട്ട് മറികടന്നു. അതിന്റെ പേരിൽ അയാൾക്ക് കൊടുക്കപ്പെടേണ്ടതായ ശിക്ഷകളിൽ നിന്ന് അയാൾ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. ദുനിയാവിൽ വെളിപ്പെടുത്താതെ വെച്ചു,
പരലോകത്തിൽ അള്ളാഹു അത് മുനാക്കശ നടത്താതെ ചികയാതെ അത് മറികടന്നു. എന്നിട്ട് അയാൾക്ക് അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവ് കൊടുത്തു. ഇതാണ് ഗുഫ്റാൻ. ഈ ഗുഫ്റാൻ അള്ളാഹു നൽകുന്നതിനുള്ള സബബായി അവൻ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പുണ്യകർമ്മമാണ് സൗം. അതുകൊണ്ട് തന്നെ റമളാൻ മാസം എന്ന് പറയുന്നത് ഈ ഗുഫ്റാനിന്റെ മാസമാണ്. ഗുഫ്റാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ 3 എഡ്ജസും നിങ്ങളുടെ മനസ്സിൽ വരണം. ഞാൻ പറഞ്ഞത്, ഒന്ന്, അള്ളാഹ് ദുനിയാവിൽ നമ്മളെ വഷളാക്കുന്നില്ല. നമ്മൾ ചെയ്തു പോകുന്ന പല കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു പിടിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു ആഫിയത്ത് നൽകും, മുആഫാത്ത് നൽകും. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു വിട്ടുവീഴ്ച നൽകും. വിട്ടുവീഴ്ചയില്ലാത്തത് ഇല്ലൽ മുജാഹിറൂൻ, മുജാഹിരീങ്ങളായ ആളുകൾക്ക്, തെറ്റുകൾ പരസ്യപ്പെടുത്തുന്ന ആളുകൾക്ക്. തെറ്റ് എന്നുള്ളത് മാനുഷികമാണ്, ചിലതൊക്കെ സംഭവിക്കും. പക്ഷെ ആ തെറ്റിനെ പരസ്യപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരാൾ രാത്രിയിലൊരു തെറ്റ് ചെയ്യും, അല്ലാഹു അത് അയാൾക്ക് മറച്ചു കൊടുക്കും. അതാരും കാണാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റാണ്, അത് പരസ്യപ്പെടണ്ട, ആരും അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് അത് മറച്ചുവെക്കും. ആ കാര്യം നേരം പുലർന്നാൽ അയാൾ അയാളുടെ സ്വന്തക്കാരോട്, അയാളുടെ കൂട്ടുകാരോട് അയാൾ തന്നെ സ്വന്തമായിട്ടത് വിളിച്ചു പറഞ്ഞ് പരസ്യപ്പെടുത്തും. അവനാണ് മുജാഹിർ, അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല. അപ്പൊ ദുനിയാവിൽ മറച്ചു പിടിച്ചു തരിക എന്നുള്ളത് ഗുഫ്റാനിന്റെ ഭാഗമാണ്. പരലോകത്തെത്തുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യ നീ ഇത് ചെയ്തു എന്നൊരു ചോദ്യം അല്ലാഹു ചോദിച്ചാൽ കുടുങ്ങിയത് തന്നെ. ഹിസാബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഹിസാബുണ്ട്. പക്ഷെ ആ ഹിസാബ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ അല്ലാഹ് പുറത്തു കൊടുക്കുന്ന ആളുകളുടെ ഹിസാബ് എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവൽ അർള്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ് പ്രകാരം ഹിസാബിന്റെ വേദിയിൽ അയാളെ ഒന്ന് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കൽ മാത്രമാണ്. വമൻ നൂഖിശ ഉദ്ദിബ്, എന്നാൽ അയാളുടെ തെറ്റുകൾ ചികഞ്ഞന്വേഷിച്ചാൽ, എന്തുകൊണ്ടെന്ന് അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കാൻ മെനക്കെട്ടാൽ ഉദ്ദിബ്, കഴിഞ്ഞു അയാളുടെ കാര്യം, അയാൾ ശിക്ഷിക്കപ്പെട്ടതു തന്നെ. അങ്ങനെ മുനാഖശ നടത്താതെ അത് അല്ലാഹു വല്ല അങ്ങോട്ട് മൂടിയിട്ടിട്ട് വല്ല മറികടന്നങ്ങ് പോകും. അതുകൊണ്ട് തന്നെ അതിന്മേൽ അയാൾക്ക് കിട്ടേണ്ടതായ ശിക്ഷ അല്ലാഹു ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. ദുനിയാവിൽ മറച്ചു പിടിച്ചു, പരലോകത്ത് അല്ലാഹു അത് മുനാഖശ നടത്താതെ മൂടിയിട്ട് പോയി, അതിന്മേൽ അയാൾക്ക് കിട്ടേണ്ടതായിരുന്ന ശിക്ഷയിൽ നിന്ന് അയാൾക്ക് ഒഴിവും കൊടുത്തു. ഇതാണ് ഗുഫ്റാൻ. ഈ മഗ്ഫിറത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നോമ്പെടുക്കുന്ന സൗം എന്ന് പറയുന്ന ത്വാഅത്ത് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കാണ്.